അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബ് പിടിയിൽ. ഡൽഹി ഗാസിയാബാദിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. നജീബിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച പോലീസ്. അവയവദാനം ചെയ്ത് ഇരകളെ കണ്ടെത്താനാണ് നിലവിൽ അന്വേഷണം. MLA-മാരുടെ, MP-മാരുടെ, ജഡ്ജിമാരുടെയെല്ലാം വ്യാജ സാക്ഷിപത്രം തയ്യാറാക്കി അവയവ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മാസ്റ്റർ ബ്രെയിൻ നജീബാണ് പോലീസിന്റെ പിടിയിലുള്ളത്. ഇനി അറിയാനുള്ളത് ഈ കേസ് നജീബിൽ മാത്രം ഒതുങ്ങുമോ എന്നതാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പട്ടിക ഇനിയും നീളും, വ്യാജന്മാർ ഇനിയും കുടുങ്ങും. ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയതോടെ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള നജീബിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഒടുവിൽ ഡൽഹി UP അതിർത്തിയായ ഗാസിയാബാദിൽ നിന്ന് പിടികൂടി ഉച്ചയോടെ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നജീബിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ വിദേശയാത്ര നടത്തിയതിന്റെ വിവരങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഇരകളെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചു. ലഭിച്ച വ്യാജരേഖകളുടെ സഹായത്തോടെ അവയവദാനം ചെയ്തവരെ കണ്ടെത്താനാണ് ശ്രമം. മെഡിക്കൽ വിദഗ്ധരുടെ സഹായവും തേടും. എറണാകുളത്തും കൊല്ലത്തുമായി ആകെ 7 പേരാണ് അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം നജീബ് ഉൾപ്പെടെയുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. മുൻപ് അവയവക്കടത്തിന് പിടിയിലായ പ്രതികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എറണാകുളത്തെ പള്ളിക്കര തൊട്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഇതിനോടകം വ്യക്തം. അതുകൊണ്ട് തന്നെ കേരള പോലീസിൽ മാത്രം അന്വേഷണം ഒതുങ്ങാനുള്ള സാധ്യതയില്ല. കേന്ദ്ര ഏജൻസി എത്തുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പണമില്ലാതെ കഷ്ടപ്പെടുന്ന പാവത്തിന്റെ ജീവന്റെ തുടുപ്പ് ചെറിയ വിലയ്ക്ക് വാങ്ങി വലിയ തൂക്കി വിൽക്കുന്ന അന്താരാഷ്ട്ര മാഫിയാണോ നജീബ്? ഇത്തരത്തിൽ ആ സമ്മതപത്രത്തിന് വേണ്ട എല്ലാ വ്യാജരേഖകളും തയ്യാറാക്കിയ സംഘമാണ് പിടിയിലായിരിക്കുന്നത്. ഈ കണക്ഷൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.